ഓക്കെ, ഈ ഒരു ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേ സെയിലും ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ലാപ്ടോപ്പുകളുടെ ഒരു ലിസ്റ്റാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഞാൻ തിരിച്ചിട്ടുള്ളത്. തിൻ ആൻഡ് ലൈറ്റ് വെയിറ്റ് കാറ്റഗറി, ഗെയിമിംഗ് ലാപ്ടോപ്പുകളും. ഈ തിൻ ആൻഡ് ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റുഡന്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ലാപ്ടോപ്പുകളാണ് ഈ തിൻ ആൻഡ് ലൈറ്റ് വെയിറ്റ് ലാപ്ടോപ്പുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ. അതായത് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ലാപ്ടോപ്പുകളാണ്. ഗെയിമിംഗ്, വീഡിയോ എഡിറ്റിംഗ്, മ്യൂസിക് പ്രൊഡക്ഷൻ ഒക്കെ നടത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പുകളാണ്. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഏത് ലാപ്ടോപ്പാണ് നല്ല ഓഫറിൽ കിട്ടുന്നത് എന്നുള്ളത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ വരുന്നതാണ്. സോ സമയം വേസ്റ്റ് ആക്കാൻ തുടങ്ങല്ലേ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തിൻ ആൻഡ് ലൈറ്റ് വെയിറ്റ് കാറ്റഗറി പെടുന്ന നല്ല കുറച്ച് ലാപ്ടോപ്പുകൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ആണ് സാംസങ് ഗാലക്സി ബുക്ക് 4. i5 13th ജനറേഷൻ യു ഗ്രേഡ് പ്രൊസറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 16GB റാം വരുന്നുണ്ട്, 512GB Gen 4 SSD വരുന്നുണ്ട്. പിന്നെ 50.6 ഇഞ്ച് വരുന്ന ഫുൾ HD ആൻഡ് ക്ലിയർ IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് 300 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. ഇന്റലിന്റെ Iris Xe ഗ്രാഫിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് MS ഓഫീസ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് റാം അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കേട്ടോ. സോ അത് മൈൻഡിൽ വെച്ചേക്കണം. സാംസങ്ങിന്റെ ഈ ഒരു ലാപ്ടോപ്പ് നോർമലി സെല് ചെയ്യുന്നത് 53,000 പ്രൈസ് റേഞ്ചിലാണ്. ഇത് നിങ്ങൾക്ക് ഒരു ഓഫർ ടൈമിൽ ഏതായാലും 42,000 നിങ്ങൾക്ക് ഇത് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏസറിന്റെ ആസ്പെയർ 3 എന്ന് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പ് ഏതാണ്ട് ഈ സ്പെസിഫിക്കേഷൻ തന്നെയാണ് അതിലും വരുന്നത്. ചെറിയൊരു പെർഫോമൻസിൽ മാറ്റം ഉണ്ടെന്നുള്ളൂ. സോ നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അസൂസിന്റെ ആ ഒരു ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് റാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടുന്നതാണ്. ഇനി അടുത്താണ് ലെനോവോയുടെ തിങ്ക് ബുക്ക്. Ryzen 5 7535HS എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 16GB DDR5 റാം ആണ് വരുന്നത്. പിന്നെ 16 ഇഞ്ചുള്ള ഫുൾ HD പ്ലസ് IPS ആൻഡ് ക്ലിയർ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിലും 300 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ AMDയുടെ Radeon ഗ്രാഫിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിലും നിങ്ങൾക്ക് MS ഓഫീസ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഈ ഒരു ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് 64GB വരെ റാം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു സ്പെസിഫിക്കേഷനിൽ നിങ്ങൾക്ക് ലെനോവോയുടെ ലാപ്ടോപ്പ് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ HP-യുടെ 15 എന്ന് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ലെനോവോയുടെ തിങ്ക് ബുക്ക് നോർമലി സെൽ ചെയ്യുന്നത് ഒരു 50,000 പ്രൈസ് റേഞ്ചാണ്. നിങ്ങൾക്ക് ഈ ഓഫർ ടൈമിൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 43,000 പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്താണ് ഏസറിന്റെ ആസ്പെർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പ്. i5 12450H സീരീസ് ആണ് പ്രോസസർ കൊടുത്തിട്ടുള്ളത്. 60GB DDR4 റാം കൊടുത്തിട്ടുണ്ട്. പിന്നെ 512GB Gen 4 SSD കൊടുത്തിട്ടുണ്ട്. പിന്നെ 15.6 ഇഞ്ചിന്റെ ഫുൾ HD ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 250 നിറ്റ്സ് ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത്. ഇന്റൽ UHD ഗ്രാഫിക്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് റാം അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കേട്ടോ. ഇത് നോർമലി സെൽ ചെയ്യുന്നത് ഏതാണ്ട് 45,000 പ്രൈസ് റേഞ്ചിലാണ്. ഈ സെയിൽ ടൈമിൽ ഓഫറൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ്ട് 40,000 പ്രൈസ് നിങ്ങൾക്ക് കിട്ടണം. ഇനി അടുത്തത് ലെനോവോയുടെ മറ്റൊരു ലാപ്ടോപ്പാണ് ലെനോവോ ഐഡിയാപാഡ് സ്ലിം 3 എന്ന് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു ലാപ്ടോപ്പാണ് കേട്ടോ. i5ന്റെ 12450H സീരീസിലുള്ള പ്രോസസറാണ് കൊടുത്തിട്ടുള്ളത്. 16GB DDR5 റാം ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 512GB Gen 4 SSD ആണ് കൊടുത്തിട്ടുള്ളത്. 15.6 ഇഞ്ച് വരുന്ന ഫുൾ HD ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇന്റലിന്റെ തന്നെ അൾട്രാ HD ഗ്രാഫിക്സ് ആണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. MS ഓഫീസ് നിങ്ങൾക്ക് ഇതിലും ലൈഫ് ടൈം വാലിഡിറ്റിയിൽ കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് റാം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. നോർമലി ഇത് 47,000 പ്രൈസ് റേഞ്ചിലാണ് വിൽക്കുന്നത്. ഈ ഓഫർ ടൈമിൽ നിങ്ങൾക്ക് ഒരു 40,000 പ്രൈസ് റേഞ്ചിൽ ഇതും മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ഇനി അടുത്താണ് ആസൂസിന്റെ എക്സ്പേർട്ട് ബുക്ക് P1 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് മെയിൻലി ഒരു ബിസിനസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ലാപ്ടോപ്പാണ്. കാരണം ഡ്യൂറബിലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഇറക്കിയിട്ടുള്ള ലാപ്പാണ്. കാരണം മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ലാപ്ടോപ്പിന് വരുന്നുണ്ട്. സോ അത്യാവശ്യം ഡ്രോപ്പ് ഒക്കെ ഇത് സർവൈവ് ചെയ്യുന്നതാണ്. i5 3420H സീരീസ് പ്രോസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 16GB DDR5 റാം ആണ് കൊടുത്തിട്ടുള്ളത്. 512GB SSD കൊടുത്തിട്ടുണ്ട്. പിന്നെ 15.6 ഇഞ്ച് വരുന്ന ഫുൾ HD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലും MS ഓഫീസ് നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ റാം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നോർമലി ഇതിൽ 57,000 പ്രൈസ് റേഞ്ച് ആണ് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഫർ പീരീഡിൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 45,000 പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ കിട്ടുന്നതാണ്. ഓക്കെ, അടുത്താണ് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ. ഇത്തരം ലാപ്ടോപ്പുകളിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് H സീരീസ് പ്രോസറാണ്. ഈ U സീരീസ് H സീരീസ് പ്രോസസറുകൾ എന്താണെന്ന് അറിയാത്തവർക്ക് ഒന്ന് പറഞ്ഞുതരാം. ഈ U സീരീസ് പ്രോസറുകൾ എന്ന് പറഞ്ഞാൽ നോർമൽ ഡേ ടു ഡേ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് കുറവായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. എന്നാൽ H സീരീസ് പ്രോസർ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പെർഫോമൻസ് വളരെ കൂടുതലായിരിക്കും, ബാറ്ററി ബാക്കപ്പ് വളരെ ശോകമായിരിക്കും. പിന്നെ ഇതിന്റെ സ്പെസിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ പോകാത്തത് നമ്മൾ ഇതിനായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാച്ച് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ലാപ്ടോപ്പിന്റെ കാറ്റഗറി നമുക്ക് ടോപ്പിൽ നിന്ന് താഴോട്ട് വരാം. അതായത് 1 lakhന്റെ മുകളിലുള്ള ഒരു ലാപ്പ് ആദ്യം തന്നെ പറഞ്ഞുതരാം. അസൂസ് ROG Strix G60 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. ഈ വർഷം ഇറങ്ങിയിട്ടുള്ള ലാപ്ടോപ്പാണ്. അല്ല, കിട്ടിലെ പെർഫോമൻസ് വരുന്ന ലാപ്പാണ് കേട്ടോ. ഇന്റൽ കോർ i7 4060HX ആണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ള പ്രോസസർ. പിന്നെ NVIDIA RTX 5050 8GB ഗ്രാഫിക്സ് കാർഡാണ് കൊടുത്തിട്ടുള്ളത്. അതും 115 വാട്ടാണ് ഇതിന്റെ TGP കൊടുത്തിട്ടുള്ളത്. പിന്നെ 60GB റാം, 1TB NVMe 4.0 SSD, പിന്നെ 16 ഇഞ്ച് വരുന്ന
2.5K റെസൊല്യൂഷനിൽ വരുന്ന 240 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 500 നിച്ചാണ് ഇതിന്റെ ബ്രൈറ്റ്നസ് വന്നിട്ടുള്ളത്. പിന്നെ 100% DCI-P3 കളർ സപ്പോർട്ടാണ്. പിന്നെ ഡോൾബി വിഷൻ HDR കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 90 വാട്ടിന്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. വീഡിയോ എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ്, ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് കേട്ടോ. കാരണം അത്രയും കളർ ആക്യുറേറ്റ് ആയിട്ടാണ് ഈ ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റും ഇതിലുണ്ട്. ഇതിൽ നിങ്ങൾക്ക് MS Office ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതിന് നോർമലി പ്രൈസിന് വരാനുള്ളത് 1,55,000 അടുത്താണ്. ഇപ്രാവശ്യം ഈ ഓഫർ ടൈമിൽ നിങ്ങൾക്ക് അതാണ് 1,29,000 പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റും. ഇനി അടുത്താണ് ഏസറിന്റെ നൈട്രോ V5 എന്നിട്ടുള്ള ലാപ്പ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് RTXന്റെ 5050 ആണ്. ഇന്റൽ കോർ i7 30th ജനറേഷൻ H സീരീസ് പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ NVIDIA RTX 5050 8GB ഗ്രാഫിക്സ് കാർഡാണ് കൊടുത്തിട്ടുള്ളത്. 75 വാട്ടാണ് TGP വരുന്നത്. പിന്നെ 60GB DDR5 റാം കൊടുത്തിട്ടുണ്ട്. പിന്നെ 512GB Gen 4 M2 SSD കൊടുത്തിട്ടുണ്ട്. 15.6 ഇഞ്ച് വരുന്ന ഫുൾ HD 144 Hz സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 54 വാട്ട് അവറിന്റെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ MS Office ഇൻക്ലൂഡഡ് അല്ല. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ ആണെങ്കിൽ അത്രയും കളർ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ അല്ല, അതും കൂടി ഓർമ്മയിൽ വെക്കാം. പിന്നെ ഈ Acer Nitro V50 നോർമലി സെല് ചെയ്യുന്നത് ഒരു 92,000 പ്രൈസ് റേഞ്ചിലാണ്. പക്ഷേ ഈ ഒരു ഓഫർ ടൈമിൽ നിങ്ങൾക്ക് അത് ഒരു 78,000 പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് Acerന്റെ ഒരു ലാപ്ടോപ്പാണ്. Acerന്റെ Nitro V Core 5 വരുന്ന ഒരു ലാപ്ടോപ്പാണ്. Intel Core 5 210H സീരീസ് പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. NVIDIA RTX 4050 6GB ഗ്രാഫിക്സ് കാർഡാണ് കൊടുത്തിട്ടുള്ളത്. 75 വാട്ടാണ് TGP വരുന്നത്. പിന്നെ 60GB DDR4 റാം വരുന്നുണ്ട്. പിന്നെ 512GB Gen 4 SSD വരുന്നുണ്ട്. പിന്നെ 16.6 ഇഞ്ച് വരുന്ന ഫുൾ HD 144 Hz സപ്പോർട്ട് ചെയ്യുന്ന 215 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 45% ആണ് NTSC. 54 വാട്ട് അവറിന്റെ ബാറ്ററി തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലാപ്ടോപ്പിലും MS Office ഇൻക്ലൂഡഡ് അല്ല. പിന്നെ ഈ 45% NTSC എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ ആക്യുറസിയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നമ്മൾ sRGBയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 60% മാത്രമേ കളർ ആക്യുറസി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ലാപ്ടോപ്പ് നോർമലി സെല് ചെയ്യുന്നത് 72,000 പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു ഓഫർ ടൈമിൽ നിങ്ങൾക്ക് അത് 57,990 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതാണ്. പിന്നെ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് HP ലാപ്ടോപ്പാണ്. HP Victor സീരീസ് ആണ്. i5 13th ജനറേഷൻ വരുന്ന ലാപ്പാണ്. ഇന്റൽ കോർ i5 30th ജനറേഷൻ H സീരീസ് പ്രോസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. NVIDIA RTX 4050 6GB ഗ്രാഫിക്സ് ആണുള്ളത്. അതും 75 വാട്ടാണ് TGP വരുന്നത്. 60GB LPDDR4X റാം കൊടുത്തിട്ടുണ്ട്. പിന്നെ 512GB Gen 4 SSD കൊടുത്തിട്ടുണ്ട്. പിന്നെ 15.6 ഇഞ്ച് വരുന്ന ഫുൾ HD 144 Hz വരുന്ന ഒരു ബേസിക് ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ 70 വാട്ടിന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. MS Office ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. നോർമലി ഈ ഒരു ലാപ്ടോപ്പ് സെല് ചെയ്യുന്നത് 75,000 പ്രൈസ് റേഞ്ചിലാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ടൈമിൽ ഒരു 60,000 പ്രൈസ് റേഞ്ച് ഇത് കിട്ടുന്നതാണ്. ഇനി അടുത്തതാണ് Acerന്റെ Acer 7 Core 5 വരുന്ന ഒരു ലാപ്ടോപ്പ്. Intel Core 5 210H സീരീസ് പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. NVIDIA RTX 4050 6GB ഗ്രാഫിക്സ് ആണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. 75 വാട്ടാണ് TGP വരുന്നത്. 16GB DDR4 റാം വരുന്നുണ്ട്. പിന്നെ 512GB Gen 4 SSD കൊടുത്തിട്ടുണ്ട്. പിന്നെ 15.6 ഇഞ്ച് വരുന്ന ഫുൾ HD 144 Hz നോർമൽ ഡിസ്പ്ലേ ആണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. 54 വാട്ട് അവറാണ് ഇതിൽ ബാറ്ററി വരുന്നത്. ഈ ഒരു ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് MS Office പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കിട്ടുന്നതാണ്. ഈ ഒരു ലാപ്ടോപ്പ് നോർമലി സെയിൽ ചെയ്യുന്ന ഒരു 75,000 പ്രൈസ് റേഞ്ചിലാണ്. പക്ഷേ ഈ ഒരു ഓഫർ ടൈമിൽ നിങ്ങൾക്ക് ഒരു 58,000 പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് HP ലാപ്ടോപ്പാണ്. HP Victus i5 14th ജനറേഷനിൽ വരുന്ന 3050 ഗ്രാഫിക്സ് ആയിട്ട് വരുന്ന ലാപ്ടോപ്പാണ്. Intel Core i5 14450 HX ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. NVIDIA RTX 3050 6GB ആണ് ഗ്രാഫിക്സ് കൊടുത്തിട്ടുള്ളത്. 95 വാട്ടാണ് TGP വരുന്നത്. 60GB LPDDR5X റാം വരുന്നുണ്ട്. പിന്നെ 512GB Gen 4 SSD വരുന്നുണ്ട്. 16.1 ഇഞ്ച് വരുന്ന IPS 144 Hz ഒരു 300 നിറ്റ്സ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 70 വാട്ട് ബാറ്ററിയും MS Officeഉം ഈ ഒരു ലാപ്ടോപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. നോർമലി ഇതിന്റെ പ്രൈസിംഗ് വരാനുള്ള 82,000 പ്രൈസ് റേഞ്ചിലാണ്. എനിക്ക് ഈ ഒരു ഓഫർ ടൈമിൽ ഒരു 64,000 പ്രൈസ് റേഞ്ചിലായിരിക്കും ഇത് കിട്ടാൻ പോകുന്നത്. ഇനി അടുത്ത Lenovoയുടെ LOQ സീരീസ്. ഇതിൽ i5 30th ജനറേഷനിൽ വരുന്ന ലാപ്ടോപ്പാണ് ഇനി പറയാൻ പോകുന്നത്. Intel Core i5 13450 HX ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. NVIDIA RTX 3050 6GB ആണ് ഗ്രാഫിക്സ് കാർഡ് കൊടുത്തിട്ടുള്ളത്. അത് 95 വാട്ട് TGP കൊടുത്തിട്ടുണ്ട്. 16GB LPDDR5X റാം ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 512GB Gen 4 SSD കൊടുത്തിട്ടുണ്ട്. 15.6 ഇഞ്ച് വരുന്ന IPS Full HD 144 Hz ഉള്ള ഒരു 300 നിറ്റ്സിന്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ 100% sRGB കൂടി സപ്പോർട്ടഡ് ആണ്. പിന്നെ 60 വാട്ടിന്റെ ബാറ്ററിയാണ് MS Office ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് Lenovoയുടെ LOQ സീരീസ് പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസർ HX സീരീസ് ആണ്. സോ ഭയങ്കര റോ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് തരിക.
അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പിന്റെ കാര്യം വളരെ 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 ശോകമാണ്. ഇനി ലെനോവോയുടെ ഈ ഒരു ലാപ്ടോപ്പ് നോർമലി സെല് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 72,000 പ്രൈസ് റേഞ്ചിലാണ്. ഈ ഓഫർ ടൈമിൽ നിങ്ങൾക്ക് ഒരു 60,000 പ്രൈസ് റേഞ്ചിൽ ഇത് കിട്ടുന്നതാണ്. നല്ല ലാപ്ടോപ്പാണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നത്. ഇനി അടുത്തത് HP ഒരു വിക്ടർ സീരീസ് പറഞ്ഞ ലാപ്ടോപ്പാണ്. 3050 ഗ്രാഫിക്സ് കാർഡ് വരുന്ന ലാപ്പാണ്. ഇന്റൽ കോർ i5 13420H സീരീസ് ആണ് പ്രൊസസർ കൊടുത്തിട്ടുള്ളത്. NVIDIA RTX 3050 ഗ്രാഫിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് 4GB ആണ്. 75 വാട്ടാണ് TGP ഉള്ളത്. LPDDR4 ആണ് റാം കൊടുത്തിട്ടുള്ളത്. 512GB Gen 4 SSD കൊടുത്തിട്ടുണ്ട്. 15.6 ഇഞ്ച് വരുന്ന ഫുൾ HD 144 Hz 215 ഇഞ്ച് വരുന്ന ഒരു ബേസിക് ഡിസ്പ്ലേ ആണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. 52 വാട്ട് ബാറ്ററിയാണ് ഇതിലുള്ളത്. MS ഓഫീസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. HPയുടെ ഈ ഒരു ലാപ്ടോപ്പ് നോർമലി സെല് ചെയ്യുന്നത് 63,000 പ്രൈസ് റേഞ്ചിലാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ടൈമിൽ ഒരു 55,000 പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് Acerന്റെ Aspire 7 എന്ന് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പാണ് നോക്കാൻ പോകുന്നത്. ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത് 3050 ആണ് ഗ്രാഫിക്സ് കാർഡ്. ഇന്റൽ കോർ i5 13th ജനറേഷനിൽ ഒരു H സീരീസ് പ്രോസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. NVIDIA RTX 3050 6GB ഗ്രാഫിക്സ് കാർഡാണ് കൊടുത്തിട്ടുള്ളത്. 75 വാട്ടാണ് TGP വരുന്നത്. 60GB LPDDR4 റാമാണ് കൊടുത്തിട്ടുള്ളത്. 512GB Gen 4 SSD ആണ് ഇതിൽ സ്റ്റോറേജ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 15.6 ഇഞ്ച് വരുന്ന ഫുൾ HD 144 Hz 215 ഇഞ്ച് വരുന്ന ഒരു ബേസിക് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 54 വാട്ട് ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ MS ഓഫീസ് ഇൻക്ലൂഡഡ് ആയിട്ടില്ല. നോർമലി ഈ ഒരു ലാപ്ടോപ്പ് സെല് ചെയ്യുന്നത് 60,000 പ്രൈസ് റേഞ്ച് ആണ്. പക്ഷേ ഈ ഒരു ഓഫർ ടൈമിൽ നിങ്ങൾക്ക് ഒരു 48,000 പ്രൈസ് റേഞ്ചിലായിരിക്കും ഇത് കിട്ടാൻ പോകുന്നത്. ഇനി അടുത്ത നമ്മൾ ഒരു ക്രിയേറ്റർ സീരീസ് പെട്ടുള്ള ലാപ്ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത്. ASUSന്റെ VivoBook 16X എന്ന് പറഞ്ഞിട്ടുള്ള ലാപ്പാണ്. ഇന്റൽ കോർ i5 13th ജനറേഷൻ H സീരീസ് പ്രോസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. NVIDIA RTX 3050 4GB ആണ് ഗ്രാഫിക്സ് കൊടുത്തിട്ടുള്ളത്. അതും 55 വാട്ടാണ് TGP ഉള്ളത്. 60GB DDR4 റാമാണ് കൊടുത്തിട്ടുള്ളത്. 512GB NVMe SSD കൊടുത്തിട്ടുണ്ട്. 16 ഇഞ്ച് ഒരു Quad HD 144 Hz ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 300 നിറ്റ്സ് ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുള്ളത്. 50 വാട്ട് ഒരു ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. MS ഓഫീസ് ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അഡോബിന്റെ ഒരു ക്രിയേറ്റീവ് ക്ലൗഡ് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 1 മന്ത് ഫ്രീ സബ്സ്ക്രിപ്ഷനും കിട്ടുന്നതാണ്. ഈ ഒരു ലാപ്ടോപ്പ് നോർമലി സെല് ചെയ്യുന്ന ഒരു 62,000 പ്രൈസ് റേഞ്ചിലാണ്. പക്ഷേ നിങ്ങൾ ഒരു ഓഫർ ടൈമിൽ ഒരു 50,000 പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഒരുപാട് ലാപ്ടോപ്പുകൾ വരുന്നത്. ഈ പറഞ്ഞ ലെനോവോയുടെ LOQ സീരീസിൽ തന്നെ 2050 ഗ്രാഫിക്സ് വരുന്നുണ്ട്. i5 12th ജനറേഷനിൽ 3050 ഗ്രാഫിക്സ് വരുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 55,000 അല്ലെങ്കിൽ 40,000 പ്രൈസ് റേഞ്ചിലൊക്കെ കിട്ടുന്നതാണ്. ഇനി ലെനോവോയുടെ ലാപ്ടോപ്പ് മാത്രമല്ല, Acerന്റെ Aspire 7 വരുന്നുണ്ട് 2050 ഗ്രാഫിക്സിൽ വരുന്നത്. അതും നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ്. നോർമലായിട്ട് നിങ്ങൾക്ക് ഗെയിമിങ്ങും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഈ GTA ഒക്കെ നിങ്ങൾക്ക് ഒരു 100 FPS വരെയൊക്കെ നിങ്ങൾക്ക് അതിൽ കളിക്കാൻ പറ്റും. സോ ഈ പറഞ്ഞതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഓഫറിൽ മേടിക്കാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് കാറ്റഗറിയിലും ഗെയിമിംഗ് സീരീസിലും പെട്ടിട്ടുള്ള ലാപ്ടോപ്പുകൾ. സോ ഇത് കൂടാതെ വേറെ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ വിക്കി. ബൈ.